അപ്പോൾ നമുക്കിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന, അതായത് ഹെയർ ഗ്രോത്തിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന റോസ്മേരി എന്ന് പറയുന്ന ഒരു ഹെർബിനെ കുറിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാം. റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും ഇപ്പോൾ ഈ റീസെൻ്റായിട്ടാണ് ഹെയർ ഗ്രോത്തിനൊക്കെ യൂസ് ചെയ്യാം എന്നറിയുന്നത്. അതിനും കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ടേസ്റ്റും സ്മെല്ലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, രുചിയും സുഗന്ധമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു റോസ്മേരി. ഇത് പണ്ട് മുതൽക്ക് തന്നെ മെഡിസിനലി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പേശിവേദന കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുമെന്ന് പറയപ്പെടുന്ന ഒരു ഹെർബ് കൂടിയാണ് റോസ്മേരി. ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ കാണുന്ന സുഗന്ധമുള്ള നിത്യഹരിത സസ്യം കൂടിയാണ് റോസ്മേരി. കൂടുതലും കോണ്ടിമെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സുഗന്ധദ്രവ്യങ്ങളിലും ഹെൽത്ത് കെയറിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഒറിഗാനോ, തുളസി, ലാവൻഡറൊക്കെ പോലെ റോസ്മേരിയും ലാവേസിയ ഫാമിലിയിൽ, അതായത് പുതിനയുടെ കുടുംബത്തിലുള്ള ആൾ തന്നെയാണ്. ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 2 വർഷം വരെ നിൽക്കുന്ന ഒരു ചെടിയാണ് റോസ്മേരി. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചൊരു റോസ്മേരിയാണ്. ആദ്യം വാങ്ങി വെച്ചിട്ട് എൻ്റെ കെയർ പോരാഞ്ഞിട്ട് അത് നശിച്ചു പോയി മഴയത്തൊക്കെ ഇരുന്നിട്ട്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് കുറച്ച് നാൾ മുമ്പ് വാങ്ങിച്ചാണ്. നോക്കുന്നൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ആ ചട്ടിയിൽ തന്നെ 3-4 ചെടികൾ നിൽപ്പുണ്ട്. എന്നാലും റോസ്മേരിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിന്നിപ്പോൾ നമുക്ക് നല്ല ബ്രാഞ്ചസ് ഉണ്ട്, വേര് വന്ന ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം 2 ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി നടാം. കിളിർക്കുമ്പോൾ നമുക്ക് വേറൊരു പ്ലാന്റ് കൂടെ ആയല്ലോ. ഇത് കിളിപ്പിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്കിത് വെള്ളത്തിലും കിളിപ്പിക്കാം, നമുക്ക് സാധാരണ മണ്ണിലും കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഞാനിപ്പോൾ ഇതിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ അകത്ത് വെറുതെ കുത്തി കൊടുക്കുകയാണ്. പിന്നെ ഒരെണ്ണം വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വേര് പിടിക്കുന്ന ഏതിനാണെന്ന് നമുക്ക് നോക്കാം. ഫാസ്റ്റായിട്ട് വേര് പിടിക്കുന്ന ഏതിനാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ താമസിക്കുന്നില്ല, നമുക്ക് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഇഷ്ടം പോലെ കടയിൽ റോസ്മേരി വാട്ടർ അവൈലബിൾ ആണ്. എനിക്ക് അതിൽ എത്രത്തോളം സുതാര്യത ഉണ്ടെന്നൊന്നും അറിയില്ല. പക്ഷേ റോസ്മേരി നമ്മൾ നല്ല ബ്രാൻഡിന് നോക്കി റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് കിട്ടും, ഉണങ്ങിയ റോസ്മേരിയുടെ ഇലകൾ. അത് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. അപ്പം ഒരു കപ്പ് വെള്ളമാണെങ്കിൽ അതിൽ 2-3 സ്പൂൺ റോസ്മേരിയുടെ ഡ്രൈ ലീവ്സ് ഇടുക. എന്നിട്ടിതൊരു 10 മിനിറ്റ് നമ്മൾ തിളപ്പിക്കുക. അപ്പം അതിൻ്റെ കൂടെ എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം ബേ ലീവ്സോ ഗ്രാമ്പുവോ ഇഞ്ചിയോ ഒക്കെ ആഡ് ചെയ്യാം. ഇതെല്ലാം ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റാണ് കിട്ടുന്നത്. അപ്പം ഇതുപോലെ ഞാൻ തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ബേ ലീവ്സ് കട്ട് ചെയ്തിടുന്നുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളച്ച ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഞാൻ ഇന്ന് തന്നെ ഇത് ഫിൽറ്റർ ചെയ്യത്തില്ല. ഇപ്പോൾ വൈകുന്നേരമാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത്, നൈറ്റ് ടൈമാണ്. അപ്പോൾ ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള എസൻസ് എല്ലാം കൂടി ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ഓവർ നൈറ്റ് ഞാനിത് വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ഫിൽറ്റർ ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മുമ്പ് ഉണ്ടാക്കിയതാണ് സ്പ്രേ ബോട്ടിൽ വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിനൊരു ഗ്രീനിഷ് ഷെയ്ഡൊക്കെ വരും. അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ അതിനൊരു ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡാകും. അതിനുശേഷം നമുക്കിത് തണുത്തത് ഫിൽറ്റർ ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ മാക്സിമം നമുക്കൊരു 2 വീക്സ് വരെ വെക്കാം. ഒരു 2 ആഴ്ച വരെ കേടുകൂടാതെ ഫ്രിഡ്ജിലിരിക്കും. അത് നമുക്ക് നോർമലി നമ്മൾ എടുക്കുന്ന പോലെ നമുക്ക് തലയിൽ സ്പ്രേ ചെയ്തിട്ട് കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് തലയിൽ സ്പ്രേ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുളിക്കാം. അതല്ലാതെ നമ്മൾ രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ രാത്രി തലയിൽ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാം. രാവിലെ ആകുമ്പോൾ വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. തല വാഷ് ചെയ്യാത്തവരാണെങ്കിൽ അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു വാട്ടറാണ്. അത് പെട്ടെന്ന് നമ്മുടെ തലയിലേക്ക് അബ്സോർബ് ആയിക്കോളും. പ്രത്യേകിച്ച് നീർക്കെട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. ചിലർക്ക് ചിലപ്പോൾ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ലൈക്ക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അതായത് തലയിൽ ഇച്ചിങ്ങോ ഇൻഫ്ലമേഷനോ ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഓവർ ഡോസ് ആണെങ്കിൽ ചിലപ്പോൾ ഹെയർ ലോസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഓവറോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം നമ്മളൊരു 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമ്മുടെ ലൈഫിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അതെന്താണെങ്കിലും ഹെയറിലാണെങ്കിലും ശരി, ഫേസിലാണെങ്കിലും ശരി,
എന്താണെങ്കിലും ഒരു വിസിബിൾ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മിനിമം ഒരു 3 months എങ്കിലും എടുക്കും. ഒരു 3 മാസം ആണ് അതിൻ്റെ ഒരു കാലാവധി. അങ്ങനെ ഒരു 3 മാസത്തെ ചേഞ്ചാണ് എൻ്റെ ഹെയറിന് ഉണ്ടായത്. അത് നല്ല തിക്നെസ് ആവുകയും നല്ല കട്ടിയുള്ള മുടിയാവുകയാണ് ചെയ്തത്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.